പേടിയോ? എന്തിന്? നീ എന്താ അപ്പു അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ആതിരെ ഇവിടെ നിർത്തിയാലും ഇടയ്ക്ക് അവൾക്ക് നന്ദൻ സാറിനൊപ്പം പോകേണ്ടി വരും. അവളുടെ അമ്മയുടെ ശ്രാദ്ധമാ. കൂട്ടിക്കൊണ്ടുപോകാൻ സാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ വിപിയോട് ഒന്നുകൂടെ സംസാരിച്ചു നോക്കട്ടെ. ഇനിയും കുറച്ച് ബുക്സും കൂടി ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതേ അടുത്ത പ്രാവശ്യം വാങ്ങിച്ചത്. വിപി വരുന്നുണ്ട്, ഞാൻ പുറത്തുണ്ടാവും. പഠിച്ചോണം. ഇനി എന്നെ കണ്ട് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ നമ്മുടെ റീഡിംഗ് റൂം ആതിരയ്ക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. എടോ, ഞാൻ ഇയാളെ നമ്മളെ രേണുവയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. രേണുവയ്ക്ക് വലിയ ഇഷ്ടമായി ഇവളെ, മിടുക്കിയാണെന്ന്. ഞാൻ ഡോക്ടറോട് സംസാരിച്ചു വിപി. വേണമെങ്കിൽ 2-3 ദിവസം ഇവിടെ നിർത്തിക്കോളാൻ ഡോക്ടർ സമ്മതിച്ചു. എന്തിനാ അത്? അതിന്റെ ആവശ്യമില്ല ഗീത. ഇവിടെ നിൽക്കുന്നൊക്കെ ആതിരയ്ക്ക് വലിയ ബുദ്ധിമുട്ടാവും. ഇല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് വേണ്ടെന്നേ. മോള് ഡെയ്സി ആന്റിയുടെ കൂടെ അവിടെ നിന്നാ മതി. ഇടയ്ക്ക് സമയം കിട്ടുമ്പോ ഇതുപോലെ വന്നാ മതി. ആ, മോക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ബുക്സ് വേണ്ടേ? ഇപ്പോഴത്തെ ഇത് കണ്ടോ? ഇത് അങ്കിൾ അന്ന് മോക്ക് വേണ്ടി വാങ്ങിയതാ. കൊണ്ടുപോയി ഇതൊക്കെ മനസ്സിരുത്തി വായിച്ചു നോക്കണം. എന്നിട്ട് സംശയമുള്ളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി വരുമ്പോ കൊണ്ടുവരണം. അല്ല, ചിലപ്പോ അതിനു മുമ്പ് ഞങ്ങൾ അങ്ങ് എത്തും. അല്ലടോ? അല്ല, മോള് വല്ലതും കഴിച്ചായിരുന്നോ? ഇവിടുത്തെ ലഞ്ച് ടൈം കഴിഞ്ഞോ ഗീത? ഞങ്ങൾ കഴിച്ചിട്ടാ വന്നത്. ആരാ ഞങ്ങള്? ഓ, അയാളുടെ കൂടെയാണല്ലോ വന്നത്. അതെ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞേക്കാം. മേലിൽ അയാളുമായിട്ട് ഒരു കൂട്ടിനും നിൽക്കരുത്. തിരിച്ചു പോകുന്ന ഒറ്റയ്ക്ക് മതി. ഒരു ഓട്ടോയോ ടാക്സിയോ വിളിച്ചു പോയാൽ മതി കേട്ടോ? അല്ലേ? വേണ്ട. ഗീത, ഞാനിവിടെ ആ ജംഗ്ഷൻ വരെ കൊണ്ടുവിട്ടിട്ട് വരാം. വഴിയിൽ എവിടെയെങ്കിലും ആ അവതാരം കാത്തു നിൽക്കുന്നുണ്ടാവും. ആരും കാത്തിരിക്കുന്നുണ്ടാവില്ല, അതോർത്ത് വിപി പേടിക്കണ്ട. ഞാൻ കൊണ്ടുവിട്ടോളാം ഇവിടെ. വിപിക്ക് എന്തായാലും ആതിര ഇവിടെ നിർത്താനുള്ള ഉദ്ദേശമൊന്നും ഇല്ലല്ലോ, അതറിഞ്ഞാ മതി. ആതിര, വാ മോളെ. ഞാൻ പോട്ടെ എങ്കിൽ. അയാളവിടെ നിൽക്കുന്നുണ്ടാവും. ആതിര ഇവിടെ നിർത്തുന്നതില് ബിപിക്ക് വലിയ താല്പര്യമില്ല അല്ലേ അമ്മ? ആതിരെ കാണണം, സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച ആള് ഇപ്പൊ എന്താ ഇങ്ങനെ? അമ്മ ചോദിച്ചില്ലേ? ബിപിയുടെ മനസ്സ് ഇപ്പൊ അങ്ങനെയാ പോ, ഒന്നിലും ഉറക്കാത്ത പോലെ. ഇന്ന് പറയുന്ന കാര്യമല്ല നാളെ ആവശ്യപ്പെടുന്നത്. ബിപിക്ക് ഇവിടുത്തെ അന്തരീക്ഷം ശരിക്കും അങ്ങ് ബോധിച്ച മട്ടുണ്ടല്ലോ. മനസ്സിനിണങ്ങിയവരെയൊക്കെ കൂട്ടിന് കിട്ടിയതിന്റെ സന്തോഷം മുഖത്ത് കാണാനുണ്ട്. അതൊക്കെ ചികിത്സയ്ക്ക് ഗുണം ചെയ്യുന്ന ഡോക്ടർ പറയുന്നേ. ഗുണം ചെയ്തില്ലെങ്കിലും ദോഷമായിട്ട് മാറാതിരുന്നാ മതി. പോട്ടപ്പോ, നീ അതേക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. സർജറിക്ക് നീ മനസ്സും ശരീരം കൊണ്ട് പ്രിപ്പയർഡ് ആകണം. മറ്റൊന്നും ഇപ്പൊ നിന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. ഞാൻ മെന്റലി പ്രിപ്പയർഡ് അമ്മ. അമ്മയോട് ആ കാര്യം പറയാൻ കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനിയും 2 ആഴ്ച സമയമുണ്ടല്ലോ. അപ്പോഴേക്കും ജോബിനും ആളും തിരിച്ചെത്തില്ലേ? അവരുകൂടെ ഉണ്ടെങ്കിൽ നിനക്കൊരു സഹായം ആവുമല്ലോ. എന്റെ കാര്യം ഓർത്ത് അമ്മ ടെൻഷൻ ആവണ്ട. സഹായത്തിനൊരു വലിയ പട തന്നെ ഇപ്പൊ ഉണ്ട്. ദേ, ആതിരയും നന്ദൻ സാറും പിന്നെ ഡെയ്സി ആന്റി, മാളും ഡോക്ടർ, അങ്ങനെ എന്തിനും തയ്യാറായ ഒരു ടീം തന്നെ ഒപ്പമുണ്ട്. ഇല്ല ആതിരെ? അതെ. അതിനിടയ്ക്ക് ഞാനും സൗകര്യം ഉണ്ടാക്കി വരാം. അത് വേണ്ട ആന്റി, ആന്റി ഇവിടെ നിന്നാ മതി. അത് മതി അമ്മ. അമ്മ ഇവിടെ ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. ബിപിയെ കൊണ്ട് അമ്മ മടങ്ങി വരുമ്പോഴേക്കും സർജറി ഒക്കെ കഴിഞ്ഞ് ഞാൻ നല്ല മിടുക്കനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഡേസി ആതിര നിന്റെ കൂടെ ഉള്ളതാ എനിക്കൊരു സമാധാനം. ആതിര ഇവിടെ നിൽക്കാൻ ഒരു ദിവസമെങ്കിലും ബിപി സമ്മതിച്ചിരുന്നെങ്കിൽ എനിക്ക് നിന്നോടൊപ്പം ഒന്ന് വരേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പൂ, നമുക്ക് ബാങ്കിലൊന്ന് പോയി FD-യിലുള്ള തുക നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമായിരുന്നു.
സർജറിക്ക് നല്ലൊരു തുക വേണമല്ലോ. അമ്മ ടെൻഷൻ ആവണ്ട, അതിന് ഇനിയും സമയമുണ്ടല്ലോ. ഇനിയിപ്പോ ആതിരെ നിർത്താൻ BP വല്ല എതിർപ്പും പറയുവാണെങ്കിൽ നമുക്ക് ഡേസി ആന്റി ഏൽപ്പിച്ചിട്ട് പോയിട്ട് വരാവുന്നതല്ലേ ഉള്ളൂ. അമ്മ വിഷമിക്കണ്ട, എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കും. എന്താ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ അമ്മ? എന്നാ പൊയ്ക്കോ, അവിടെ ഡേസി മാത്രമല്ലേ ഉള്ളൂ. ആതിര, നന്ദനോട് എൻ്റെ അന്വേഷണം പറയണേ. ഉം. അമ്മ വിഷമിക്കണ്ട അമ്മ, എല്ലാം ശരിയാവും. പോട്ടെ. പോയിട്ട് വരാം ആന്റി. ശേഖരമാവ് റെഡിയായോ? ആ ഞാൻ എപ്പോഴേ റെഡി. നീയും കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വെയിറ്റ് ചെയ്യായിരുന്നു. മാമനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഇനി എന്നാ ഇങ്ങോട്ട്? 4-ൻ്റെ ശ്രാദ്ധമല്ലേ, ഞാൻ തലേന്നേ ഇങ്ങെത്താം. ആ, അന്ന് ആതിരയും കൂടി നീ കൊണ്ടുവരണം. ശ്രാദ്ധത്തിന് മക്കൾ 2 പേരും ഒരുമിച്ചുണ്ടാവണം. അവൾ വരും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നന്ദ, ഇറങ്ങാൻ നേരത്ത് നിന്റെ മനസ്സ് വിഷമിപ്പിക്കുകയല്ല ഞാൻ. എന്നാലും ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ മാമ? ഇന്നലെ വന്നു കയറിയ സമയം മുതൽ നമ്മൾ പല കാര്യങ്ങളെപ്പറ്റിയും സംസാരിച്ചു. പക്ഷേ മനഃപൂർവ്വം നമ്മൾ ഒരാളുടെ കാര്യം മിണ്ടിയതേയില്ല. നീ അതേക്കുറിച്ചൊന്നും ചോദിക്കാതിരുന്നതുകൊണ്ടാ ഞാനും ഒന്നും പറയാതിരുന്നത്. നിളയുടെ കാര്യമല്ലേ മാമ? അതെ, അപ്പോൾ നിനക്കത് ഓർമ്മയുണ്ട്. ചോദിക്കാഞ്ഞത് മനഃപൂർവ്വമാണ് മാമ. ചോദിച്ച പറയാനുള്ളതും കേൾക്കാനുള്ളതും 2 പേർക്കും വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒഴിവാക്കിയതാണ്, അല്ലാതെ മറന്നല്ല. നിളയുടെ ഭർത്താവ് കള്ളുകുടിയും ആഭാസത്തിലും ഒഴിഞ്ഞിട്ട് അവന് നേരമില്ല. അതിനിടയിൽ വിജിലൻസുകാർ ഒരു പ്രാവശ്യം കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ആകെ നാണക്കേടും മാനക്കേടും. എല്ലാം എൻ്റെ മോള് സഹിച്ചേനെ. പക്ഷേ കൺമുന്നിൽ മറ്റ് സ്ത്രീകളെയും കൊണ്ട് സർക്കീട്ടിന് നടക്കുന്ന ഭർത്താവിനെ ഏതു പെണ്ണാമോനെ സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? നമുക്ക് ഏതെങ്കിലും കൗൺസിലിംഗ് സെന്ററിൽ ഒന്ന് കൊണ്ടുപോയി നോക്കിയാലോ? എവിടെ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. നന്നാവാനുള്ള മനസ്സ് സ്വയം തോന്നണമല്ലോ. എല്ലാം എൻ്റെ തെറ്റാ. പൊന്ന് കയ്യിൽ വെച്ചിട്ട് കാക്ക പൊന്ന് തേടി പോയ ഞാനാ മണ്ടൻ. നിനക്ക് അവളുടെ കേസൊന്ന് നടത്തി തരാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും ആ മാരണത്തിൽ നിന്നും എൻ്റെ മോളെ ഒന്ന് രക്ഷിക്കും. അത്തരം കേസുകളൊന്നും ഞാൻ എടുക്കാറില്ല മാമ. എന്നാലും നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം. മാമ വിഷമിക്കാതെ വാ പോവാം. ഇതൊക്കെ എവിടുത്തെ നിയമ? 8 മണി കഴിഞ്ഞ് ആരും പുറത്തിറങ്ങാൻ പാടില്ലെന്ന്, എല്ലാവരും അവരവരുടെ റൂം പോകണമെന്ന്. 8 മണി കഴിഞ്ഞ് ആൾക്കാരൊന്ന് പുറത്തിറങ്ങിയ തമ്മിൽ കാണുന്നവരോട് എന്തെങ്കിലും സംസാരിച്ചു പോയാ ഇവിടെ എന്ത് കുഴപ്പം വരാനാണ്? അത് ചോദിച്ചപ്പോ അയാൾ ഒരുമാതിരി വർത്തമാനം പരിഹാസവും. നമ്മളെന്താ വകതിരിവില്ലാത്ത കുട്ടികളാണെന്നാണോ അയാൾ വിചാരം? താനെന്താണോ ഒന്നും ഉണ്ടായിരിക്കുന്നത്? ഇത്തരം കരി നിയമങ്ങളൊക്കെ നമ്മളങ്ങ് അംഗീകരിച്ചു കൊടുക്കണമെന്നാണോ? നോ, എനിക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ ഉണ്ടായെന്നറിയാതെ ഞാൻ എന്ത് പറയാനാ വി പി ആരെ ഇൻസൾട്ട് ചെയ്തു എന്നായി പറയുന്നേ? അപ്പൊ ഞാനിതുവരെ പറഞ്ഞൊന്നും തനിക്ക് മനസ്സിലായില്ലെന്നാണോ? ഞങ്ങൾ ആ പാർക്കിലിരുന്ന് സീരിയസ് ആയ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. ഞങ്ങളോ? അതാരായി ഞങ്ങള്? ഞാനും നമ്മുടെ ആ രേണു ടീച്ചറില്ലേ, അവരുടെ കാര്യമായി പറയും. ഞാൻ
ഞാനും അവരും തമ്മിൽ സീരിയസ് ആയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാള് ആ വാടം വന്നിട്ട് ഒറ്റ ആജ്ഞാപിക്കലും 8 മണി കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ റൂം പോണ കാര്യം അറിയില്ലെന്ന്. അങ്ങനെ നമ്മളോട് ആജ്ഞാപിക്കാൻ മാത്രം അയാൾ ആരാ? എന്താ അയാള്? ബ്ലഡി ഫുൾ. അതിനെന്തിനാ വി പി അയാളോട് ഇങ്ങനെ ശോഭിക്കുന്നത്? അയാൾ അയാളുടെ ജോലി ചെയ്തു. അത് ഇത്ര വലിയ തെറ്റായി പോയോ? എന്ത് ജോലി? താനും അയാളെ ന്യായീകരിക്കണം. ഇവിടെ ജോലി ചെയ്യുന്നതിൽ ആർക്കും പരാതിയൊന്നുമില്ല. പക്ഷെ സംസാരിക്കുന്ന ആരോടൊന്നൊരു ധാരണ വേണ്ടേ? ഞങ്ങളെപ്പോലെ 2 വ്യക്തികളോട് മതി എന്നിട്ട് റൂം പോകാൻ നോക്ക് എന്നാണോ പറയേണ്ടത്? ഇനി അതും പോട്ടെ, ഈ കൃത്യം 8 മണിയാകുമ്പോൾ തന്നെ എഴുന്നേറ്റ് റൂം പോകണമെന്ന് എന്താ അത്ര നിർബന്ധം? 5 or 10 മിനിറ്റ് കൂടി അവിടെ ഇരുന്ന് ഞങ്ങളൊന്ന് സംസാരിച്ചെന്ന് കരുതി ആകാശം ഇടിഞ്ഞു വീഴുന്നില്ലല്ലോ. ആ രേണു ടീച്ചർ എന്ത് വിചാരിച്ചു കാണുമോ? ഓ, അപ്പൊ അതാണ് വി പിയുടെ പ്രശ്നം അല്ലേ? എന്ത് പ്രശ്നം? അല്ല, വാർഡൻ വന്ന് റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അതൊരു ഇൻസൾട്ടായി വി പിയേക്കാൾ ഫീൽ ചെയ്തത് രേണുകയ്ക്കായിരിക്കും എന്നുള്ളതാ വി പിയുടെ പ്രശ്നമെന്ന്. എന്താ സത്യമല്ലേ? അതെ, അതിനെന്താ പ്രശ്നം? അയാളുടെ പറച്ചിലും പെരുമാറ്റവും ഞങ്ങൾ അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു. അത് രേണുകയെ വിഷമിപ്പിച്ചു എന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ നിയമങ്ങളെപ്പറ്റി ഇൻമേറ്റ്സ് ഒന്നും അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ. 8 മണി കഴിഞ്ഞാൽ എല്ലാവരും സ്വന്തം റൂമിലേക്ക് പോകണമെന്നുള്ള നിബന്ധനയിൽ വാർഡന് നിങ്ങൾക്ക് മാത്രം ഇളവ് തരാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇത്രയധികം നേരം വിസ്തരിച്ച് സംസാരിക്കാൻ എന്ത് കാര്യമാണ് നിങ്ങൾ തമ്മിലുള്ളത്? എന്താ എന്താ താൻ ഉദ്ദേശിച്ചത്? അതെന്തുദ്ദേശിച്ചാ താൻ അങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചതെന്ന്? ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വി പിക്ക് മനസ്സിലായല്ലോ. ഇനി അത് വിട്ടേക്ക്. വാ, വന്ന് കിടക്ക്. നോ, അത് അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? ഞാനും രേണുകയുമായി പല കാര്യങ്ങളെ പറ്റിയും സംസാരിച്ചെന്നിരിക്കും. അതൊക്കെ തന്നോട് വന്ന് ബ്രീഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. വി പി അതൊക്കെ എന്നോടൊന്ന് ബ്രീഫ് ചെയ്യണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. വി പി എന്തിനാ അനാവശ്യ കാര്യത്തിന് ശോഭിക്കുന്നത്? വെറുതെ എഴുതാപ്പുറം വായിക്കാതെ വി പി വന്ന് മരുന്ന് കഴിച്ച് കിടക്കാൻ നോക്ക്. എഴുതാപ്പുറം വായിക്കാൻ നോക്കുന്നത് താനാണെങ്കിൽ ഇതാ. രേണുകയും ഞാനുമായിട്ട് സംസാരിച്ചിരുന്നത് തനിക്ക് ഇഷ്ടമായില്ല, അതാ കാര്യം. ഞാൻ ആരോടെങ്കിലും ഫ്രീ ആയിട്ട് സംസാരിക്കുന്നതും സന്തോഷത്തോടെ ഇരിക്കുന്നതും തനിക്ക് ഇഷ്ടാവില്ല. അല്ലെങ്കിലും ഞാനൊന്ന് മനസ്സറിഞ്ഞ് സന്തോഷിച്ചാൽ അത് തനിക്ക് ഇഷ്ടാവില്ലല്ലോ. താനായിട്ട് എൻ്റെ മനസ്സിൽ സമാധാനം കിട്ടാനൊന്നും ചെയ്യൂല, മറ്റുള്ളവരെ ചെയ്യാൻ സമ്മതിക്കൂല. കഷ്ടം തന്നെ ഗീത. മനുഷ്യൻ ഇങ്ങനെ സെൽഫിഷ് ആവരുത്. മനുഷ്യൻ ഇങ്ങനെ സെൽഫിഷ് ആവരുത്. അപ്പോ എന്ത് കിടപ്പാ ഇതപ്പോ? നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാരണം ആതിരയെ ആകെ സങ്കടത്തിലിരിക്കുക. നീ വലുത് വന്ന് കഴിക്കപ്പോ. ഇല്ലെങ്കിൽ ആ കുട്ടിയും ഇന്നൊന്നും കഴിക്കാൻ കൂട്ടാക്കില്ല. ആതിരയോട് കഴിച്ചോളാൻ ഞാൻ പറഞ്ഞതാണല്ലോ ആന്റി. പിന്നെന്തിനാ നിങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? അതെങ്ങനെ ശരിയാകും? ഒരാളിങ്ങനെ മനസ്സ് വിഷമിച്ച് പട്ടിണി ഇരിക്കുമ്പോ ഞങ്ങൾക്ക് ആഹാരം ഇറങ്ങുമോ? ഞാൻ കരുതി ഗീതയെ കണ്ടിട്ട് വരുമ്പോ നിനക്കൊരു സമാധാനം ആകുമെന്നാ. ഇതിപ്പോ പോയതിനേക്കാൾ ഇരട്ടി സങ്കടപ്പെട്ടാണല്ലോ തിരിച്ചു വന്നിരിക്കുന്നത്. വിജയ് നിന്നെ കണ്ട മോശമായ രീതിയിലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുള്ളൂന്ന് നിനക്കും അറിയാവുന്നതല്ലേ അപ്പോ? അത് മനഃപൂർവ്വമല്ല, അയാളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയുടെ പ്രശ്നമാണത്. അങ്ങനെ കരുതി സമാധാനിച്ചാ പോരെ. വി പി പറഞ്ഞതൊന്നും ഞാൻ കാര്യാക്കുന്നില്ല ആന്റി. അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാ ഞാൻ ആതിരയുടെ കൂടെ അവിടെ പോയത്. പിന്നെന്തിനാ നീ സങ്കടപ്പെടുന്നത്? ഞാൻ അമ്മയുടെ കാര്യം ആലോചിക്കായിരുന്നു ആന്റി. ഞാനും വി പിയും കാരണം
എൻ്റെ അമ്മ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടും ആരോടും ഒരു പരാതിയില്ലാതെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒരു പ്രയോജനമില്ലാത്തൊരു കാര്യത്തിനു വേണ്ടിയാണല്ലോ അമ്മ ഇങ്ങനെ സഹിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാ. ഒരു പ്രയോജനമില്ലാത്ത കാര്യമോ? അതെന്താ അപ്പു നീ അങ്ങനെ പറയുന്നത്? ഗീത ഈ കഷ്ടപ്പെടുന്നതും കണ്ണീര് കുടിക്കുന്നതും പ്രയോജനമില്ലാത്ത കാര്യത്തിനു വേണ്ടിയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നിന്നെയും വിജയെ നഷ്ടപ്പെടാതെ പഴയ രീതിയിൽ സുഖമായും സന്തോഷമായും ജീവിക്കാൻ വേണ്ടിയല്ലേ ഗീത ഈ പെടാപ്പാട് പെടുന്നതൊക്കെ? പണ്ടത്തെ പോലൊരു നല്ല ജീവിതം. ആന്റി ഇപ്പൊ പറഞ്ഞ പോലെ സുഖവും സന്തോഷമുള്ള ജീവിതം ഇനി ഞങ്ങൾക്ക് 3 പേർക്ക് സാധ്യമാവുമെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല ആന്റി, അങ്ങനെ ഒരു ജീവിതം ഇനി സ്വപ്നത്തിൽ പോലും ഞങ്ങൾക്കുണ്ടാവില്ല. അത് അമ്മയ്ക്കും അറിയാം. എന്നിട്ടും അമ്മ എല്ലാം ഉള്ളിലൊതുക്കി സ്വയം എരിഞ്ഞു തീരാ. അത് കാണുമ്പോഴാ എന്റെ മനസ്സിടറി പോകുന്നത്. അപ്പൊ തോന്നും ഞാൻ എന്റെ മനസ്സിനെ അടക്കി വെച്ച് ജീവിച്ച മതിയായിരുന്നെന്ന്. അപ്പോ പക്ഷേ അങ്ങനൊരു ജീവിതം സത്യമായിട്ട് എനിക്ക് പറ്റുമായിരുന്നില്ല ആന്റി. അതിന് ശ്രമിച്ചിരുന്നെങ്കിൽ എന്നെ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. വേണ്ടപ്പോ, നീ അതേക്കുറിച്ച് ഓർക്കുകയോ പറയുകയോ വേണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെ സ്വസ്ഥമായിട്ട് കൊണ്ടുപോകാമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ചിലപ്പോ ഇതൊക്കെ അങ്ങ് കലങ്ങി തെളിഞ്ഞ് 3 പേർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു വിധിയുണ്ടെങ്കിലോ? സർവശക്തനായ ദൈവം എന്നും എല്ലാവരെയും ഒരേപോലെ പരീക്ഷിക്കില്ല. എനിക്കുറപ്പാ. ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. അമ്മയുടെ മനസ്സിന്റെ നന്മ കൊണ്ട് അങ്ങനെ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണേന്ന് ഞാനും ആഗ്രഹിക്കാറുണ്ട് ആന്റി. പക്ഷേ ബിപിയുടെ ചില നീക്കങ്ങൾ കാണുമ്പോൾ അതിനുള്ള നേരിയ സാധ്യത പോലും ഞാൻ കാണുന്നില്ല. എനിക്ക് മാത്രമല്ല, അത് അമ്മയും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. എന്നിട്ടും ഒന്നുമില്ലെന്ന് ഭാവിച്ച് എന്നെ ആശ്വസിപ്പിക്കാം. പാവം. എന്താ അപ്പോ വിജയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും? ബിപി മാറുക ആന്റി. എന്നിൽ നിന്ന് ഒളിച്ചോടിയതുപോലെ ഇപ്പോ അമ്മയിൽ നിന്നും അകലാനുള്ള ശ്രമത്തിലാ വിജയ് പണിക്കർ. ഇല്ല ഇല്ലപ്പോ, വിജയ്ക്ക് അതിന് ഒരിക്കലും കഴിയില്ല. നിന്നെ മറക്കുമായിരിക്കും. ചിലപ്പോ ഞങ്ങളെയൊക്കെ മറന്നു പോവുമായിരിക്കും. പക്ഷെ ഗീതയെ മറന്നൊരു ജീവിതം അയാൾക്കുണ്ടാവില്ല. അതിന് വിജയ് ശ്രമിച്ചാൽ കൂടി അത് നടക്കില്ല. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. മതി, ഇതൊക്കെ മനസ്സിലിട്ട് ആലോചിച്ച് കൂട്ടിയത്. ഒക്കെ മാറുവപ്പോ. നീ ഭയക്കുന്നത് പോലെ ഒന്നും ഉണ്ടാകില്ലെന്നേ. വാ, വന്നെന്തെങ്കിലും കഴിക്കാൻ. ആ, ഞാൻ ആതിരെ വിളിച്ചോണ്ട് വരാം. ഉം. എന്തു പറ്റി തനിക്ക്? എന്താടോ, ഞാനൊന്ന് ഫ്രഷായി വരുന്ന നേരം കൊണ്ട് ഇവിടെ എന്താ സംഭവിച്ചത്? പറ. ഒന്നുമില്ല വിപി, ഞാൻ വെറുതെ ഓരോന്നോർത്തപ്പോ പെട്ടെന്ന് സങ്കടം വന്നു, അതുകൊണ്ടാ. ആ, അത്രയേ ഉള്ളൂ കാര്യം. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കാൻ പോകുന്നത്? അതൊക്കെ താനെ എന്നെ കണ്ടു പഠിക്കും. മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ ആലോചിക്കാറേ ഇല്ല. മാത്രമല്ല, ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന് ഞാൻ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും. താനും ഇനി മുതൽ അതിന് ശ്രമിച്ചു നോക്കും. അപ്പൊ ഏത് കാര്യത്തെയും അതിൻ്റെതായ ലാഘവത്തോടെ എടുക്കാൻ എനിക്ക് കഴിഞ്ഞേക്കും. ഇല്ല വിപി, എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അതെന്താ? വിപിയെ പോലെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ എനിക്ക് വശമില്ല വിപി. ശ്രമിച്ചാലും എന്നെ കൊണ്ട് സാധിക്കില്ല.